അൻസിബ ഔട്ടായിരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിൽ തന്റെ സക്സസ് ഗ്രാഫ് നന്നായി ഉയർത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ അൻസിബ എങ്ങനെയാണ് ഔട്ടായത്, എന്താണ് ആക്ച്വലി അൻസിബയ്ക്ക് സംഭവിച്ചത്? ബിഗ് ബോസ് വീട്ടിൽ കയറിയത് തൊട്ട് അൻസിബയ്ക്ക് നല്ല വൈബിൽ കിട്ടിയ ഫ്രണ്ടാണ് ഋഷി. ഇതും ഒരു കോംബോ ആണ്. പൊതുവെ ആൾക്കാർക്ക് കോംബോ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അങ്ങനെയൊന്നുമില്ല. ഏതായാലും അത് നാച്ചുറലായിട്ട് സംഭവിച്ചാലും അത് ഉണ്ടാക്കിയെടുത്തായാലും രണ്ടിൻ്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ സെയിം തന്നെയാണ്. അതുപോലെ അഭിഷേകും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി മെല്ലെ മെല്ലെ വന്ന് ചേരുകയാണ് ഉണ്ടായത്. ഈ 3 പേരുടെയും കോംബോയിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റിയാണ് ഇവരെ ചേർത്ത് നിർത്തുന്നത്. മനഃപൂർവ്വമോ അല്ലാതെയോ അൻസിബ ബിഗ് ബോസ് വീട്ടിൽ പ്രയോഗിച്ച സ്ട്രാറ്റജി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തൻ്റെതായ ഒരു കോംബോ ഗ്രൂപ്പ് സൃഷ്ടിച്ച്, അത് മനഃപൂർവ്വമായിരിക്കാം അല്ലായിരിക്കാം, അതിൽ പുറത്തുള്ള ആർക്കും ആക്സസ് കൊടുക്കാതെ വിശ്വസ്തയോടെ അതിനെ നിലനിർത്തി എന്നത് അൻസിബ ശരിക്കും കിട്ടിയ ഒരു നേട്ടമാണെന്ന് പറയാം. കാരണം ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിനിടയിലിടയിൽ ആൾക്കാർ ആ ഗ്രൂപ്പിനുള്ളിലേക്ക് എൻട്രി അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുറത്തുനിന്നുള്ള ഒരാളെ പോലും ആ ഗ്രൂപ്പിനുള്ളിൽ അൻസിബ കയറ്റിയിട്ടില്ല. നിങ്ങൾ തുടക്കം തൊട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അൻസിബയ്ക്ക് അത് ഇഷ്ടമല്ല. അൻസിബയുടെ ഗ്രൂപ്പിനുള്ളിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇരിക്കുന്നത്, സംസാരിക്കുന്നത് ഒന്നും തന്നെ അൻസിബയ്ക്ക് ഇഷ്ടമല്ല. കാരണം അവരുടേതായ ഒരു സംസാരത്തിനിടയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അൻസിബ കാണുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് വൈബുള്ള ആൾക്കാർ വരുമ്പോൾ അവർ പൊതുവെ നെഗറ്റീവ് ആണെങ്കിലും അവരെ കയറി അങ്ങ് സപ്പോർട്ട് ചെയ്യും. അതൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അൻസിബയെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ആർക്കാണ് പുറത്ത് സപ്പോർട്ട്, നല്ല സപ്പോർട്ട് ആർക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ അങ്ങ് കളിച്ചു. 4 ഇടങ്ങളിൽ മാത്രമാണ് അൻസിബ കൃത്യമായി സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലൊന്ന് മോർണിംഗ് ടാസ്ക്കാണ്, 2 തൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിനുള്ളിൽ, 3 ലാലേട്ടൻ്റെ മുൻപിൽ, 4 കൺഫെഷൻ റൂമിൽ. ഈ 4 ഇടങ്ങളിലാണ് അൻസിബയ്ക്ക് കറക്റ്റായിട്ട് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗിക്കും. അതായത് ഈ ഫ്രണ്ട്സിൻ്റെ സർക്കിളിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്ക്, ലാലേട്ടൻ്റെ മുൻപിൽ വരുന്ന ആ വീക്കെൻഡ് ഡേ, കൺഫെഷൻ റൂം, ഇവിടെ തൻ്റെ ആ ഒരു പവർഫുൾ വാക്കുകൾ കൊണ്ട് എന്താ പറയണ്ടത്, അമ്മാനം മാടിയിട്ട് ഒരു അമ്പെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട്, അതായത് വാക്ഷരം എയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അതുള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് പ്രയോഗിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അൻസിബയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പൊതു കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരഭിപ്രായം, അതായത് ഇത്രയും വാക് സാമർത്ഥ്യം അൻസിബയ്ക്ക് ഉണ്ട്, പക്ഷെ എന്നിട്ടും ഒരു പൊതു കാര്യത്തിൽ പോലും അൻസിബ തൻ്റെ അഭിപ്രായം പറയാൻ വരികയോ അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നല്ല വാക് സാമർത്ഥ്യമുള്ള ഒരാളാണ് അൻസിബ, എന്നിട്ടും അൻസിബ ഇത് ചെയ്തിട്ടില്ല. പല മത്സരാർത്ഥികളും ഒച്ച വെച്ചപ്പോൾ അൻസിബ ഒന്നും മിണ്ടാതെ സ്കോർ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അൻസിബ വിസിബിളായി മാറുകയും മത്സരാർത്ഥികൾക്ക് അൻസിബ ഇൻവിസിബിൾ ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് സിജിയൊക്കെ പറയുന്നത് അൻസിബ അടുത്ത ആഴ്ച പോവും, അതിൻ്റെ അടുത്ത ആഴ്ച പോവും എന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അൻസിബ വീണ്ടും എന്താ പറയണ്ടേ, എലിമിനേറ്റ് ആകാതെ തിരിച്ചു വരികയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. അൻസിബ ഇത്രയും നാൾ ബിഗ് ബോസ് വീട്ടിൽ നിലനിന്നതിൻ്റെ ഒരു വിജയം, അതിൻ്റെ വിജയ മന്ത്രം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ജാസ്മിനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവരുടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് ആ ക്വസ്റ്റ്യൻ അൻസിബ ചോദിക്കുന്നു. അങ്ങനെ അൻസിബയ്ക്ക് ഒരു പറ്റം പ്രേക്ഷകരുടെ കട്ടക്കുള്ള സപ്പോർട്ട് കിട്ടുകയുണ്ടായി. അതും അൻസിബ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കാരണമായി തീരുകയാണ് ചെയ്തത്. പക്ഷേ അതേപോലെ തന്നെ വേറൊരു കാര്യം, നിരന്തരമായിട്ട് എലിമിനേഷനിൽ വന്നു, അതേപോലെ തന്നെ തിരിച്ചു കയറി. അത് അൻസിബയുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ നല്ലവണ്ണം കൂട്ടി. അതുപോലെ ലാലേട്ടൻ വീക്കെൻഡിൽ വരുന്ന സമയത്തും അൻസിബയെ കാര്യമായിട്ടൊരു കുറ്റമൊന്നും നമ്മളിതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല, അധികമൊന്നും പറഞ്ഞു കേട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുന്നേ മറ്റോ ചെറിയൊരു ക്വസ്റ്റ്യനിങ് ഒക്കെ ഇപ്പോൾ ഈ പവർ ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പൊതുവിൽ അൻസിബയുടെ ഒരു ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതും അൻസിബയുടെ ഒരു കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ നോറയുമായിട്ട് എലിമിനേഷൻ്റെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ കൺഫെഷൻ റൂമിൽ വന്ന സമയത്ത് നോറയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിട്ടുകൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും അൻസിബ ഈ നോമിനേഷൻ ലിസ്റ്റിൽ വരികയും ഇപ്പോൾ ഔട്ടാകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തു. അന്ന് നോറയ്ക്ക് വിട്ടു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നോറ ഇന്ന് പുറത്തും അൻസിബ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലും ഉണ്ടാകുമായിരുന്നു. അത് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയത് കൊണ്ടും പിന്നെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇത്രയും നാളും പുറത്തു പോയി തിരിച്ചു വന്നു, സോ ഇനിയും വരാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസാണ്. അത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല.
ഇനി നമുക്ക് അൻസിബയുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമേജ് എന്താണെന്ന് നോക്കാം. അതായത് പൊതുവെ അൻസിബയെ പറ്റി പ്രേക്ഷകർക്കും ഉള്ള ഒരു, അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ളവർക്കുള്ള കുറച്ച് പരാതികളുണ്ട്. ആ പരാതികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന്, സ്വന്തം കൂട്ടുകാരുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നില്ല എന്നതാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം ചെയ്യുന്നത് ശരിയൊന്നുമല്ല. ചില കാര്യങ്ങൾ ശരിയാണ്, ചിലപ്പോൾ മെജോറിറ്റിയും ശരിയാവാം, പക്ഷേ കുറച്ച് തെറ്റുകളുണ്ട്. ആ തെറ്റുകളെയും എന്താ പറയേണ്ടത്, നന്നായിട്ട് തഴുകി തലോടി അതിനെ സത്യമാക്കി ചെയ്യുന്നതെല്ലാം കറക്റ്റാണ് എന്ന ഒരു ബോധ്യം കൂടെയുള്ള ഋഷിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് ഋഷി പോലും തിരിച്ചറിയുന്നില്ല എന്ന് പ്രേക്ഷകരായ നമുക്ക് പല ആൾക്കാർക്കും അത് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ അൻസിബ ഇഷ്ടപ്പെടുന്നവർക്ക് അത് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ അൻസിബ അല്ലെങ്കിൽ ജാസ്മിൻ എന്നതൊന്നുമല്ല, ആ ബിഗ് ബോസ് വീട്ടിനുള്ള ഗെയിമിൽ ആരാണ് എത്തിക്സ് വിട്ട് കളിക്കുന്നത്, ആരാണ് കള്ളം പറയുന്നത്, ആരാണ് നാടകം കളിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു നോർമലായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ നമുക്കത് ഇഷ്ടമല്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ പൊതുവെ കണക്റ്റഡ് ആവാത്തതും ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അൻസിബ ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇത് ശരിയല്ലല്ലോ, ഇങ്ങനെയല്ല അത് വേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. അതുപോലെ ഓരോ പ്രേക്ഷകർക്കും ഇത് വ്യത്യസ്തമായ രീതിയിലാകാം കണക്റ്റ് ആകുന്നത്. അത് അവരവരുടെ ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നിരന്തരമായ കുറ്റം പറച്ചിലും പക വെച്ചുകൊണ്ടുള്ള ഒരു ഗെയിം. പക എന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, അതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഇങ്ങനെ തുടക്കം തൊട്ടിട്ട് ഇങ്ങനെ ആ ഒരു പക മനസ്സിൽ കൊണ്ടു നടന്ന് ആവശ്യം വരുമ്പോൾ ഒക്കെ അതെടുത്തങ്ങ് ഉപയോഗിക്കുന്ന ഒരവസ്ഥ ശരിക്കും ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പക വെച്ച് ഉള്ള പെരുമാറ്റം ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ തൻ്റെ ശത്രുക്കളെ തൻ്റെ കൂട്ടുകാരുടെയും ശത്രുക്കളാക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ നല്ല പകയുണ്ട്, അപ്പം നമ്മളെ ഫ്രണ്ട്സിനോട് പറയും അത് ഭയങ്കര മോശമാണ് അവർ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ശത്രുക്കളായി മാറും. ആ ഒരു കാര്യം കൂടെ അൻസിബ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഫ്രണ്ട്സിനോട്, ഋഷിയോടക്കമുള്ള ആൾക്കാരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മനഃപൂർവ്വമാണോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പൊതുവിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ അവനവൻ്റെ വിവേകമാണ്. നമ്മുടെ ഫ്രണ്ട് പറയുന്നത് എടുക്കണോ വേണ്ടയോ എന്ന് നമ്മളും ചിന്തിക്കണ്ടേ? അതേപോലെ ഋഷി ചിന്തിക്കണമായിരുന്നു. ഋഷി ചിന്തിക്കാത്തത് ഋഷിയുടെ അബദ്ധം എന്ന് പറയാം. കാരണം ഇപ്പോൾ അൻസിബ ഔട്ടാവുന്ന സമയത്ത് ഋഷി അവിടെ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ അഭിഷേക് ഉണ്ട്, എന്നാൽ പോലും ഒരു നെടും തൂണായി നിന്ന അൻസിബ ഇല്ലാതാവുമ്പോൾ ഋഷി എങ്ങനെയാണ് ഇനി ഗെയിം കളിക്കുക, ഋഷി എങ്ങനെയാണ് പെരുമാറുക എന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. അൻസിബയുടെ അണ്ടറിൽ കളിച്ച ആ ഒരു ഗെയിം ഇനി കളിക്കാൻ പോകുന്നത് ഋഷിയുടേതായ ഗെയിമാണ്. പക്ഷെ അവിടെ അഭിഷേക് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം ഋഷിയുടെ ഗെയിം ഇനി എങ്ങനെയാണ് പോകുന്നത് എന്ന്. അതുപോലെ വേറൊരു കാര്യമാണ് പൊതുകാര്യങ്ങളിൽ ഇടപെടാത്തത്. ഒരു നെഗറ്റീവായിട്ട് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്, ഭയങ്കര മടിച്ചായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷേ പൊതുകാര്യങ്ങളിലൊന്നും അങ്ങ് കയറി ഇടപെടില്ല. കാരണം അനാവശ്യമായി കച്ചറ വാക്കുകൾ ഉപയോഗിക്കണം. മേ ബി ചിലപ്പം ചില ആൾക്കാരുടെ സ്വഭാവമാണത്. അതായത് ഇങ്ങനെ പബ്ലിക്കായിട്ട് വെറുതെ ഇങ്ങനെ ചറപറാന്ന് സംസാരിക്കുന്ന ചിലപ്പോൾ പ്രകൃതമല്ലായിരിക്കാം, അതും ഒരു റീസൺ ആയിരിക്കാം. പക്ഷേ ബിഗ് ബോസ് വീട് എന്ന് പറയുന്ന ഒരിടത്തിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ ആവശ്യമാണ്. പൊതുകാര്യങ്ങളിൽ ഇടപെടണം. അവിടെ ഇപ്പം സിജു അതിന് വ്യക്തമാക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഇന്നലെയോ എപ്പോഴാണെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു ലൈവിൽ സിജു പറയുന്നുണ്ട് എന്താണ് പൊതുകാര്യം എന്ന്. അതായത് അവിടെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. ആ ഇൻസിഡൻറ്റ് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വളർന്ന് വലുതാവുകയാണ്. അപ്പോൾ അതൊരു പൊതുകാര്യമായി മാറും. അപ്പോൾ ആൾക്കാർ അതിൽ ഇടപെടണം. തുടക്കത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് പടർന്ന് പന്തലിക്കുന്ന സമയത്ത് അതിനെ ആളിക്കത്താതെ അണക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം അവിടെ നിന്നിട്ട്. അപ്പം പിന്നെ 2 തരം ഗെയിമുണ്ട്, ആളി കത്തിച്ചിട്ടും ഗെയിം കളിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ജനറലി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു ആവശ്യകത ബിഗ് ബോസ് വീട്ടിനുള്ളിലുണ്ട്. അതായത് എന്നെ ആരെങ്കിലും കല്ലെറിയുമ്പോൾ മാത്രമേ ഞാൻ പ്രതികരിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അവിടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ് ബിഗ് ബോസ് വീട് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഗെയിമും കൂടി അവിടെയുണ്ട്. സൊസൈറ്റിയിൽ നമ്മൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊന്നും ഗെയിമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, സ്ട്രാറ്റജി ആയിട്ടൊക്കെ നമ്മളധികം കാണുന്നൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ജീവിച്ച് പോവുകയാണ്. പക്ഷേ ബിഗ് ബോസ് വീടെത്തുമ്പോൾ അവിടെ സ്ട്രാറ്റജി ഉണ്ട്, ഗെയിമുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ നമ്മളതിനെ കാണേണ്ട ആവശ്യകതയുണ്ട്.
എനിവേ പറഞ്ഞിട്ട് കാട് കയറിയെന്ന് പറയാം. വേഗം ഇതൊന്ന് പറഞ്ഞിട്ട് നിർത്താം. മറ്റുള്ളവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന അൻസിബ സൂപ്പറായിരുന്നു. പക്ഷേ തനിക്ക് താല്പര്യമില്ലാത്തവരുടെ നന്മയിലും തെറ്റ് മാത്രം കണ്ടെത്താൻ ശ്രമിച്ചതോടുകൂടി അൻസിബ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു ബോർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അതായത് ഈ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കണം അല്ലേ, അതേസമയം നമ്മുടെ ശത്രുക്കളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അപ്പോഴാണ് അവിടെ ബാലൻസ് ആകുന്നതും എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട മത്സരാർത്ഥിയായിട്ട് നമ്മൾ മാറുന്നതും. അല്ലാതെ ഈ പക പോക്കുന്ന ഒരു സ്വഭാവം വെച്ച് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പരിധി കഴിയുമ്പോൾ ഈ നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ലൈവ് നോക്കിയാൽ മനസ്സിലാവും, എപ്പോഴും ഇവരുടെ നെഗറ്റീവ് സംസാരം മാത്രമേ കേൾക്കാനുള്ളൂ. അത് തന്നെ ഒരു അരോചകമായിരുന്നു. എന്നാലും അൻസിബ ഇപ്പോൾ എവിക്റ്റായി പോകേണ്ട ഒരാളാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല. കാരണം പൊതുകാര്യങ്ങളിൽ ഇടപെട്ടില്ലെങ്കിലും ഋഷിക്കും അഭിഷേകിനും ഇല്ലാത്ത ഒരു ഗെയിം റിയലായി നിന്നുകൊണ്ട് അവിടെ അൻസിബ കളിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അൻസിബ പോയി കഴിഞ്ഞുള്ള ഋഷിയുടെ ഗെയിം തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ബൈ ബൈ.